മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രഡിക്ഷൻ. കാരണം ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് എനിക്ക് അറിയണം. എൻ്റെ ആഗ്രഹം ഗേൾ ആവണം എന്നാണ്. പക്ഷേ എല്ലാവരും ബോയ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് മനസ്സിൽ ഗേൾ എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഗേൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രഡിക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ബോയ് എന്നാണ് വന്നത്. 28 പേര് ബോയിന്നും 24 പേര് ഗേളെന്നോ. അപ്പോൾ എനിക്ക് ഗേളിനാണ് ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. രാവിലെ എണീറ്റപ്പോഴത്തേക്കും വിഷ്ണു ആണെങ്കിൽ വിഷ്ണു കിച്ചും കൂടെ വന്ന് തട്ടി. അപ്പോൾ ഞാൻ ഇവരെന്തിനാണ് രാവിലെ വിളിച്ചിങ്ങനെ ഉണർത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ വാട്ടർ ബ്രേക്കായെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റില്ല, ഉറക്കത്തിലായിപ്പോയി. അവൾ പോലും അറിഞ്ഞില്ല. ആൻറ്റി ക്ലീനാക്കി കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഒന്നും ഓർമ്മയില്ല, പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ചടപടയെന്ന് എന്തൊക്കെയൊക്കെ ചെയ്ത് അവരാദ്യമേ പോയി. ഞാൻ കുറച്ച് പാഴ്സലൊക്കെ നിധിയുടെ തയ്ക്കുകയാണ്. ഞാൻ എഴുതി പാഴ്സൽ അയക്കാനുള്ളത് പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ടാറ്റാ ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. ആശേട്ടൻ ഇതൊക്കെ പേടിയാണ്, എനിക്കും പേടിയാണ്, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ ഗൈസ്, എനിക്കറിയില്ല എന്തായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ബേബിയാണ് ഈ ജനറേഷനിൽ. അപ്പം ഞാനാണെങ്കിൽ ചിപ്പി പ്രഗ്നൻ്റ് ആയ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാന്ന് കരഞ്ഞത്, എനിക്കറിയില്ല. അതേപോലൊരു ഫീലിംഗ് ആയിരിക്കും പുതിയതായിട്ട് അനുഭവിക്കുക. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആശേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആശേട്ടനാണ് പറഞ്ഞത്, എന്നാൽ നീ ഇതിലൊക്കെ വീഡിയോയിൽ പറ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം. പെങ്കൊച്ചാണ് എൻ്റെ ആഗ്രഹം. ആങ്കൊച്ചായാലും ഒരു പ്രശ്നമില്ല, ഏതാണെങ്കിലും കാണാൻ വേണ്ടി എക്സൈറ്റ്. ചിപ്പിനെ പോലിരിക്കുമോ വിഷ്ണുവിനെ പോലിരിക്കുമോ ശരിക്കും പറഞ്ഞാൽ അയ്യോ, എനിക്ക് പറയുമ്പോൾ എനിക്ക് എന്തായിരിക്കും ഫീലിംഗ് എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ ഉള്ളത് നോർമൽ ഡെലിവറി ആയാൽ മതി എന്നാണ് ഇപ്പോഴും. ആയിരിക്കും എന്തായാലും. അവൾ നല്ല ടെൻഷനായിരിക്കും. സോ എക്സൈറ്റഡ്. വിഷ്ണു വിളിച്ചിട്ട് വന്നാൽ അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടവൽ വേണം. അങ്ങനെ ഞങ്ങൾ ലുലു മോളാണ് ആകെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറി ഞാൻ വിളിച്ചു ഒന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്യാം. വാവ വരെയല്ലേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇനി പോയി ടവൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ടവൽ ആക്കിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ടവൽ നോക്കാൻ പോവാം. അങ്ങനെ ടവലൊക്കെ കൊണ്ടുകൊടുത്ത്. അപ്പോൾ അവൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്നിട്ട് വീഡിയോ കോൾ വിളിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളും ആ ടൈമിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രിപ്പൊക്കെ ഇട്ട് അവൾക്ക് ഈ ട്രിപ്പ് ഇടുന്നതിനൊന്നും അങ്ങനെ പേടിയില്ല. ഡെലിവറി ഓർത്ത് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ട് പെട്ടെന്നാണ് ഇറങ്ങിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ആ ടൈം ബിരിയാണി കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ബിരിയാണി കഴിക്കാണ്. ഈ പറഞ്ഞു ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാൻ. ആണാണോ പെണ്ണാണോ? പോയി എനിക്ക് ഗേള് വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഗേൾ ആണെന്നാണ്. അവൾ ലേബർ റൂമിലായതുകൊണ്ട് അവിടെ അമ്മേനെ ഹസ്ബൻഡിനെ അമ്മായിയമ്മനെ മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ ബസ് സീറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷേ ആ ടൈമിൽ അവൈലബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലാണ് ഫുൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് അവിടെ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാട്ടർ ബ്രേക്ക് ആയ ഉടനെ അങ്ങനെ പെട്ടെന്നുണ്ട് ഡെലിവറി ആവില്ല, കുറേ ടൈം എടുക്കുമെന്ന് അന്നാണ് കേട്ടോ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സാവകാശം വന്നാൽ മതിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കേണ്ട 4 മണിക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. കുറേ വെയിറ്റിങ്ങിനൊടുവിൽ അവൾക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഭയങ്കര എൻ്റെ അപ്പുറമാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആശേൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. കിച്ചുവും ആശേട്ടനും ഞാനും കൂടി. അവളാണെങ്കിൽ അവിടെ പെയിൻ തുടങ്ങി. വിഷ്ണുവിന് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അയ്യോ, പെട്ടെന്ന് തന്നെ ബേബി വരട്ടെ. ഇപ്പോൾ കുറച്ച് ടെൻഷൻ ടൈമാണ്. എക്സൈറ്റ്മെൻറ്റിലോട്ട് ടെൻഷനിലോട്ട് പൊക്കോണ്ടിരിക്കുക. നോക്കാം എന്താവും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാതെ പ്രസവിക്കും, അതെനിക്കറിയാം. നമുക്കൊരു ഇതില്ലേ, എന്താണ് പ്രസവം മനസ്സിലായി. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് അല്ലേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ അവളവിടെ കിടന്ന് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പിന്നെ എല്ലാരും പ്രസവിക്കുന്ന ഇങ്ങനെയാണല്ലോ. ഇനി നാളെ ഞാനും പ്രസവിക്കേണ്ടി വരും. അയ്യോ ഗോഡ്, എനിക്ക് പേടിയാണ്. അവൾ സാധാരണ പൊതുവേ കുറച്ച് പെയിൻ സഹിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഇമോഷൻസോ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഭയങ്കരമായിട്ട് പുറത്ത് കാണിക്കുന്ന ആളല്ല. അതുകൊണ്ട് അവൾ നോർമലി അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷെ പെയിൻ തുടങ്ങിയപ്പോഴത്തേക്ക് പയ്യെ മുഖം മാറി. അനിയത്തിക്ക് പ്രസവ വേദന, ചേച്ചിക്ക് പാനിപ്പൂരി. ചേച്ചിക്ക് പ്രസവ വേദന, അനിയന് പാനിപ്പൂരി തിറ്റി. എല്ലാത്തിനും എയറിലാക്കും ഞാൻ. കൊള്ളാം.
മ്യാമനാ. കൊച്ചു വരുമ്പോൾ മ്യാമൻ പാനിപ്പൂരി തന്നെയാണ്. കണ്ടു. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴേക്കും അവൾ എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞു. കാരണം അവൾക്ക് പെയിൻ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വിളിക്കുന്ന സമയം ഓക്കെ ആയിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സമയം 10 മണിയായി. 10 മണി കഴിഞ്ഞാൽ ലേബർ റൂമിൽ മെയിൽസിനെ കേട്ടില്ല. അപ്പം ചിന്നു ചേച്ചിയാണ് കയറിയത്. അമ്മയുടെ വല്യമ്മയുടെ മോളാണ്, നഴ്സാണ്. അപ്പോൾ എല്ലാം ചേച്ചിക്ക് അറിയാം, അവൾക്കൊരു സപ്പോർട്ടും ആവും. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് രാത്രി 12 മണിയായിട്ടുണ്ട്. അപ്പോൾ അവൾ 1 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് കാണുമെന്നാണ് പറയുന്നത് ഡെലിവറി. നമുക്ക് നോക്കാം. അവൾക്ക് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. എപ്പിഡ്യൂറലൊക്കെ എടുത്ത് ഭയങ്കര സീനായിരുന്നു. കണ്ടിട്ട് ഞാനേ പേടിച്ചിരിക്കുക. ഇപ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ എഫക്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഓക്കെയാണ്. സോ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ ബേബി ഇങ്ങെത്തും. എപ്പിഡ്യൂറൽ എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. കുറച്ച് പെയിൻ ഓക്കെ ആയി. അവൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. മറ്റേത് അങ്ങനെയല്ല, ഭയങ്കര സീനായിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ല. അമ്മേനെയും ഹസ്ബൻഡിനെയും അമ്മായിയമ്മേനെയും മാത്രമേ കയറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോ കോളായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഇതൊന്നും കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്ന് ഉള്ള മൈൻഡിലായതുകൊണ്ട് എനിക്ക് വിഷമമായില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, അയ്യോ എൻ്റെ അനിയത്തിൻ്റെത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സമയത്തൊക്കെ. പിന്നെ എപ്പോഴും വീഡിയോ കോൾ വിളിക്കുന്നത്, അവൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ അയ്യോ അവൾ ബർത്തിങ് സ്യൂട്ടിലോട്ട് മാറ്റാൻ പോവാണ്. അയ്യോ ഉറക്കമൊക്കെ പോയി. ബർത്ത് സ്യൂട്ട് ആകുമ്പോൾ ലേബർ റൂം പോലെ നമ്മൾ വെളിയിൽ എന്താണെന്നറിയാതെ നിൽക്കണ്ട. അവിടെ എല്ലാം കേൾക്കാൻ കാണാം. അവളെ ഇടയ്ക്ക് പോയി കാണാം. അപ്പോൾ അവൾക്കും അതൊരു സപ്പോർട്ടാവും. പിന്നെ ഡെലിവറി ടൈമിൽ കൂടെ 2 പേർക്ക് നിൽക്കുക, ഹസ്ബൻഡിനും അമ്മയ്ക്കും. അപ്പോൾ ഇന്ന് വിഷ്ണുവും ചിന്നു ചേച്ചിയാണ് നിൽക്കുന്നത്. ചേച്ചി ആകുമ്പോൾ നഴ്സുമാണ്, ഗൈനക്കിലും ആയിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി സപ്പോർട്ടും ആവും. എനിക്കും കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കും നല്ല ടെൻസ്ഡായി. ഞാൻ ഇതുവരെ ആരുടെയും ഡെലിവറി വ്ളോഗോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ റീൽസിൽ കുറച്ച് കട്ട് വരുന്നത് ഞാൻ പെട്ടെന്ന് സ്വൈപ്പ് ചെയ്യും. കാരണം ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഇവളുടെയാണ് ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്നതും കാണുന്നതും. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അവൾ എപ്പിഡ്യൂറൽ ഒത്തിരി വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു, ടോപ്പപ്പ് ചെയ്ത്. അപ്പോൾ പിന്നെ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനാണല്ലോ ധൈര്യം കൊടുക്കേണ്ടതെന്ന് ഓർത്ത് കുറച്ചൊക്കെ അഭിനയിക്കും. 1 മണി തൊട്ട് പെയിൻ കൂടും കുറയും. പിന്നെ അവൾ ഒരുപാട് വട്ടം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അമ്മയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പേടിക്കുന്ന അമ്മയാണ്. ചുമ്മാ കരയിപ്പിച്ച് മനുഷ്യനെ കൂടെ കരയിപ്പിക്കും. ഇത്രയും പേടിയുള്ള അമ്മ, ചുമ്മാ എനിക്ക് ഇത്രയും പേടി. അവളാണെങ്കിൽ എപ്പിഡ്യൂറൽ എടുക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി നേരം ഒരു 5 മണി വരെ ഇങ്ങനെയേ പോയി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കാകെ എന്തോ പോലെയായി. അങ്ങനെ ഞാൻ ബർസ്യൂട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ഞാൻ കോറിഡോറിൽ കൂടെ നടക്കുകയാണ്. ഓൾറെഡി അമ്മ നേരത്തെ ഇറങ്ങി. കാരണം അമ്മയ്ക്ക് എന്നെക്കാട്ടിലും സെൻസിറ്റീവാണ് അമ്മ. എപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ എന്താ ഇത്ര സെൻസിറ്റീവായി പോയതെന്ന്. അങ്ങനെ തന്നെ, പക്ഷേ പറ്റുന്നില്ല. നല്ല പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറേ സമയം എടുക്കുമായിരിക്കും. എനിക്കറിഞ്ഞൂടെ ഉള്ള വെച്ച് പറ്റുന്നില്ലെന്ന് നമുക്കറിയാം. എൻ്റെ അമ്മ കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നു. കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയാവുന്നു, വിഷമം. ഞങ്ങൾ ഇറങ്ങി വന്നു. അവിടെ ഇരുന്നാൽ വിഷമം വന്നുകൊണ്ടിരിക്കും. വെളിയിറങ്ങി ഇപ്പം കുറച്ച് നടക്കുമ്പോൾ ഓക്കെ, ഒന്നും കേൾക്കാത്തപ്പം ഓക്കെ. പിന്നെ ലാസ്റ്റ് ഒരു ബേബി വരുമ്പോൾ സന്തോഷമാവുമല്ലോ. അതുവരെ എല്ലാവരും ഇങ്ങനെയല്ലേ. അയ്യോ,
ഞാൻ കയറില്ല, അമ്മ കയറ്, എനിക്ക് പേടിയാവുന്നു. ഞങ്ങൾ ഇന്നലെ 10 മണിക്ക് രാവിലെ 10-11 ആയപ്പോൾ എത്തിയെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് സമയമെങ്കിലും ഉറങ്ങി, അമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല. അമ്മ പിന്നെ രാവിലെ തൊട്ടേ കരച്ചില്ല. ചിപ്പി പെയിൻ വരുമ്പോൾ അമ്മ കരച്ചിൽ തുടങ്ങും. അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും. ഈ വിഷമല്ല, നമുക്കത് കാണുമ്പോൾ ഒരു എന്താണെന്ന് എനിക്കറിയാം. കേസ് ഞങ്ങൾ തൊട്ടിപ്പുറത്തിലിരിക്കുന്ന ഡോറും ക്ലോസ്ഡ് അല്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കാം ബേബി വന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാനുള്ള ധൈര്യമൊന്നുമില്ല, പക്ഷേ കേട്ട് സന്തോഷമായി. ഇത്രയും കിടക്കില്ല. ചായ വേണ്ടി വരും. സത്യം നമ്മൾ പറഞ്ഞത് തന്നെ ശരിയായി. ആശേട്ടനാണെങ്കിൽ ആ ടൈം ചായ വാങ്ങിക്കാൻ പോയിരിക്കായിരുന്നു കേട്ടോ, ഒന്നും അറിഞ്ഞിട്ടില്ല. ആങ്കൊച്ചാടോ പെങ്കൊച്ചാടോ ആങ്കൊച്ചാടോ അല്ല പെങ്കൊച്ചാട്. കുഞ്ഞിനെ കഴിച്ച് ചിഞ്ചു നമ്മളിപ്രാവശ്യം പോർച്ചുഗലായിരുന്നു. ചേച്ചീനെ വിളിച്ച് ആരാന്ന് ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ അറിഞ്ഞൂടാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നു. ഈ മാമനേടാ ഈ കൊച്ചു പ്രായത്തിൽ അതെ ഈ മാമനേടാ വരണക്കൊണ്ടായിരുന്നു. എന്റെ നാളാണ്, എന്റെ നാള്. കണ്ണൊക്കെ എനിക്കാണെങ്കിൽ വാവേനെ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വിഷ്ണു ഒരുപാട് വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വാവേനെ എടുക്കണം വന്ന് തന്നെ. പക്ഷേ എനിക്ക് സമയത്തോടടുത്തപ്പോൾ എനിക്ക് ശരിക്കും ടെൻഷനായി. കാരണം ജനിച്ച് കുറച്ച് മണിക്കൂറിനുള്ളിൽ എങ്ങനെ എടുക്കുക. പക്ഷേ പിന്നീട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മണിക്കൂർ പ്രായമുള്ളൊരു വാവേനെ എടുക്കുന്നത്. ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അതെനിക്ക്. ഞാൻ ഓരോ മൊമെൻറ്റും എനിക്ക് ഭയങ്കര ഞാൻ എപ്പോഴും ഓർത്ത് വെക്കുന്ന മൊമെൻ്റ് ആയിരിക്കും. കൈയൊക്കെ എടുത്ത് പൊക്കേ
വിഞ്ചിട്ട വാവേനെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളെ കാണാൻ പറ്റിയത്. അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം അവൾ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുക, എന്താണ് നിൻ്റെ ഒരു ഫീൽ എന്ന്. പക്ഷെ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് കുറേ തിരക്കായത് കൊണ്ട് പിന്നീട് സാവകാശം വീട്ടിൽ വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോയി, അവിടെ എങ്ങും കിട്ടിയില്ല, അങ്ങനെ പുറത്താ പോയത്, ലഡുവും കിട്ടിയില്ല. അപ്പം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്, അവളും വാവയൊക്കെ ഓക്കെയാണ്. അപ്പോൾ അവൾ ഡെലിവറി വ്ലോഗ് ഫുൾ ഇടുന്നുണ്ട്. അപ്പം ഞാൻ പോയിരുന്ന് കാണട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു.